എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. KSEB മസ്ദൂർ നോട്ടിഫിക്കേഷൻ എത്തിയൊക്കെയാണ്. കാറ്റഗറി നമ്പർ 21/2026. ആ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തു വെച്ചോടാ. നാളെ നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്ന കാറ്റഗറി നമ്പറാണ്. KSEBയുടെ ഭാഗമാകാൻ പോകുന്ന കാറ്റഗറി നമ്പർ 21/2026. 985 വേക്കൻസിയോടുകൂടി പുതിയ നോട്ടിഫിക്കേഷൻ എത്തി. ഇതിനകത്ത് ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷനിൽ ഒരു സസ്പെൻസ് ഉണ്ട്, ഇക്വാലൻസിൽ ഒരു സസ്പെൻസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ നോക്കാം. വകുപ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, KSEB ആണ്. ഇലക്ട്രിസിറ്റി വർക്കർ, പണ്ട് മസ്ദൂർ എന്ന് പറയായിരുന്നു, ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്നു. സാലറി സ്കെയില് 24,400 മുതൽ 43,600 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ദെൻ വേക്കൻസി തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ മക്കളെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് ജില്ലാതലത്തിൽ അതായത് ഡിസ്ട്രിക്ട് വൈസ് വരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ തിരുവനന്തപുരത്ത് 101 വേക്കൻസി ഉണ്ട്. ദെൻ കൊല്ലം 49 വേക്കൻസി, പത്തനംതിട്ട 24 വേക്കൻസി, ആലപ്പുഴ 70 വേക്കൻസി, കോട്ടയം 64 വേക്കൻസി, ഇടുക്കി 96 വേക്കൻസി, എറണാകുളം 139 വേക്കൻസി, ദെൻ തൃശൂർ 62 വേക്കൻസി, പാലക്കാട് 68 വേക്കൻസി, മലപ്പുറം 64 വേക്കൻസി, കോഴിക്കോട് 117 വേക്കൻസി, വയനാട് 26 വേക്കൻസി, കണ്ണൂർ 73 വേക്കൻസി, പിന്നെ കാസർഗോഡ് 32 വേക്കൻസി. അങ്ങനെ ഇത്രയും വേക്കൻസിയുമായിട്ട് ടോട്ടൽ 985 വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുന്നത്. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അത് കഴിഞ്ഞ പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 2/1/1986-നും 2/1/1986-നും 1/1/2008-നും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവുണ്ട്. അതായത് OBC ആണെങ്കിൽ അവർക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മീൻസ് 2/1/1983-നും 1/1/2008-നും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2/1/1981-നും 1/1/2008-നും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അതിനുശേഷം കിടപ്പുണ്ട് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനത് പറയാം. സോ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്നാമതായിട്ട് വേണ്ടത് നമ്മൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പഴയ ക്വാളിഫിക്കേഷൻ ഇതിന് മുമ്പ് വന്ന 2011 ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അന്ന് 4ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷെ 10ാം ക്ലാസ് പാസ്സാവാൻ പാടില്ല. അതൊക്കെ ഇപ്പം മാറി. ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കണം. മാത്രമല്ല 2 വർഷത്തെ ശ്രദ്ധിച്ചോളണം, 2 വർഷത്തെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. 2 വർഷത്തെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള സർക്കാർ അംഗീകൃത നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. 2 വർഷത്തെ NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് കൂടാതെ ശാരീരിക യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ പുരുഷ ഉദ്യോഗാർത്ഥികൾ 157.48 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. വനിതകളാണെങ്കിൽ 144.78 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. ഇതാണ് ഹൈറ്റ് വേണ്ടത്. അത് കഴിഞ്ഞ് വിഷൻ നോക്കുകയാണെങ്കിൽ നോർമൽ വിഷൻ ആയിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ പുറം ജോലികൾ ചെയ്യുന്നതിനുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. ശാരീരിക ക്ഷമത പോൾ ക്ലൈംബിങ്ങിലുള്ള വൈദഗ്ധ്യം പരിശോധിച്ച് വിലയിരുത്തുന്നതാണ്. ഒരു ഉദ്യോഗാർത്ഥികൾ 9 മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ 8 മിനിറ്റിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ ഉദ്യോഗാർത്ഥിയുടെ പ്രാവീണ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ്. അതിനുശേഷം ശാരീരിക ക്ഷമത തെളിയിക്കാൻ നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ആ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റിംഗ് കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളണം. അതിൽ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു കാര്യം നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഭാഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണേ. അതായത് ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യത ആക്കിയിട്ടുള്ള ഉയർന്ന യോഗ്യതയും സ്വീകരിക്കുന്നതാണ്. അതായത് നമുക്ക് ഇക്വലൻസി കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വേറൊരു നോട്ടിഫിക്കേഷൻ എടുത്ത് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരിക്കലും ഞാൻ ഈ സെന്റൻസ് ഒന്ന് വായിക്കുകയാണ്. ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതയും സ്വീകരിക്കുന്നതാണ്. തത്തുല്യ യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. തുല്യതാ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ
ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇവിടെ നോക്കാം, ഇതിനു മുമ്പ് PSCയുടെ തന്നെ ഇക്വലൻസി ആണ് ഞാൻ എടുത്തേക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇക്വലൻസി ആണ്. അപ്പൊ അവിടെ നോക്കാം, അവിടെ ഇലക്ട്രീഷ്യൻ ആണ് വന്ന പോസ്റ്റ്. എവിടെയാണ് പോസ്റ്റ് വന്നേക്കുന്നത്? അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രീഷ്യൻ. ഓക്കെ, അതാണ് പോസ്റ്റ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ അതായിരുന്നു. അവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇലക്ട്രീഷ്യന്റെ ഇക്വലൻസ് കൊടുത്തേക്കുന്ന ഏതൊക്കെയാണ്? ഒന്ന് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലൻസ് കൊടുക്കാൻ പറ്റും. ദെൻ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ദെൻ NCVT സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ, BTech ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ MTech ഇക്വലൻസ് കൊടുത്ത് അന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു സാധനം പ്രത്യേകിച്ച് ഇടാനായിട്ട് കാരണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കി അടുത്ത. അപ്പൊ ഇക്വലൻസിയുടെ കേസ് എല്ലാവർക്കും സന്തോഷമായി കാണുമെന്നാണ് എന്റെ വിശ്വാസം. മക്കളെ, ഇനി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് June 3 ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് June 3 ബുധനാഴ്ച രാത്രി 12 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 985 വേക്കൻസിയുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. കഴിഞ്ഞ തവണ 4000-ലധികം നിയമനങ്ങൾ നടന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇത്തവണയും നമുക്കൊരു 2000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ആദ്യ റാങ്കുകൾ നേടാൻ ശ്രമിക്കുക. പ്രൊമോഷൻ കിട്ടി പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ആദ്യ റാങ്കുകൾ നേടാനായിട്ട് സൂപ്പർ നോട്ട്സ് ഞങ്ങളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സും ഏറ്റവും നല്ല നോട്ട്സും അടിപൊളിയായിട്ടുള്ള മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അടുത്ത വർഷം ആദ്യം നിങ്ങൾക്ക് സർവീസിൽ കയറാം. അപ്പൊ നന്നായിട്ട് കൂടി പഠിച്ചോ. അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ KCB വർക്കർ ബാച്ച് കാണാൻ പറ്റും, ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. ക്ലാസ്സിൽ കാണാം മക്കളെ. താങ്ക് യു.